ഹായ് ഗൈസ്, ക്രിസ്റ്റ ഫാമിലിയിലേക്ക് സ്വാഗതം. എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ ഊഞ്ഞാലിൽ കയറി ഇരുന്ന് ആടാതെ ഊഞ്ഞാൽ ആട്ടി കളിക്കുകയാണ്. ലച്ചുമോളും കണ്ണമ്മോനുമാണ് ഊഞ്ഞാൽ ആട്ടി കളിക്കുന്നത്. അവർക്ക് കയറി ഇരുന്ന് ആടാനായിട്ട് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് അതിനെ ആട്ടി കളിക്കുകയാണ്. ഇവർ ഊഞ്ഞാലാടുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ഞങ്ങൾ ഈ ഊഞ്ഞാൽ കെട്ടിയത്. പക്ഷെ പണി പാളിപ്പോയി. മക്കൾക്ക് ആടാനായിട്ട് പേടിയാണ്. സാരമില്ല, അടുത്ത വർഷം അവർ ആടിക്കോളും. അപ്പോഴത്തേക്കൊക്കെ വലിയ മക്കളാവില്ലേ. പിന്നെ ഇത് ഞങ്ങളുടെ ഓണസദ്യയാണ്. അങ്ങനെ വലിയ വിഭവമായ സദ്യയൊന്നുമല്ല. ഈ മക്കളെ നോക്കുന്നതിനിടയിൽ കഷ്ടപ്പെട്ടാണ് ചേച്ചിയും അമ്മയും ഇത്രയെങ്കിലും ഒന്ന് ഒപ്പിച്ചെടുത്തത്. ഇവിടെ അങ്ങനെ വലിയ ആഘോഷമൊന്നും നടത്താറില്ല. ഈ വർഷം മക്കളുള്ളതിൻ്റെയൊക്കെ സന്തോഷമാണ് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ മൂന്നാളും അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. മൂന്നാളും ചമ്മറം പടഞ്ഞിരിക്കുകയാണ്. പപ്പടമാണ് കൂടുതലും കഴിക്കുന്നത്. ബാക്കി ഫുഡൊക്കെ അവിടെ നിലത്താക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചിമാരുടെ വീട്. പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കെല്ലാം ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ്. അവർക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചമ്മലുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം വീട്ടിൻ്റെ അടുത്തൊരു ചെറിയൊരു റിസോർട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ എല്ലാവരും കൂടെ റെഡിയായി ഞങ്ങൾ അങ്ങോട്ട് പോയി. പപ്പായും മമ്മിയും ഒന്നും വന്നില്ല, ഞങ്ങൾ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കായലിനോട് ചേർന്നാണ് ഈ റിസോർട്ട്. നല്ല രസമാണ് കാണാനായിട്ട്. വീട്ടിനടുത്താണെങ്കിലും മക്കളെ ഞങ്ങളിവിടെ കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. ഓണ ദിവസം ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ആ തിരക്കിനിടയിലും മക്കൾ അവിടെ പല വഴിക്കായിട്ട് ഓടി നടക്കുന്നുണ്ട്. കായലും വെള്ളമൊക്കെ കണ്ടപ്പോൾ അവർക്ക് ആകെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കായൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് മുമ്പ് ഞാൻ അവിടെ പോയ ടൈമിലൊന്നും മക്കളില്ലായിരുന്നു. ആ സമയത്തൊക്കെ അവിടെ ചെന്ന് ഇങ്ങനെ കായലിലോട്ടൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ ചെന്നതിനൊക്കെ എനിക്ക് ഓടി നടക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇവർ പല വഴിക്ക് ഓടുമായിരുന്നു. ഇവരെ പിടിച്ച് ഇവരുടെ പിന്നാലെയായിരുന്നു എൻ്റെ ഓട്ടം. സ്വസ്ഥമായിട്ട് ഒരിടത്തൊന്നും ഇരിക്കാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ ഇവർക്ക് ഊഞ്ഞാലാടാനായിട്ട് പേടിയായതുകൊണ്ട് കണ്ണമ്മോനെ ഞാൻ മടി വെച്ച് ആടിയാണ്. മൂന്നാളും അങ്ങനെ ആടി. അവർക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ സമയം തുമ്പിമോളും ലച്ചുമോളും അവിടെ കായലിൻ്റെ അടുത്താണ്. ഇവർ ഈ കായലിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ എനിക്ക് ആകെ പേടിയാണ്. വലിയ ആഴം അവിടെ ഇല്ല, എന്നാലും എനിക്കെന്തോ മനസ്സിലൊരു ഭയമായിരുന്നു. പുതിയൊരു സ്ഥലത്ത് ചെന്നതുകൊണ്ട് മക്കൾക്ക് ആകെ സന്തോഷമായിരുന്നു. മൂന്നാളും നല്ല ഓടിക്കളിയൊക്കെ ആയിരുന്നു. കണ്ണമ്മോനാണെങ്കിൽ അവിടെയുള്ള ഊഞ്ഞാലിലും ഓരോ ഇതിലുമൊക്കെ കയറാനായിട്ട് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലച്ചുവും തുമ്പിയും പിന്നെ ഇങ്ങനെ കായലിൻ്റെ അടുത്തായിരുന്നു അവർക്ക് നിൽക്കാനായിട്ട് കൂടുതലിഷ്ടം. കായലിൽ വള്ളമൊക്കെ പോകുന്നു കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കി മൂന്നാൾ നിൽക്കുകയാണ്. റിസോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഗീവർഗീസ് പുണ്യാളൻ്റെ ഒരു കുരിശടിയുണ്ട്. അവിടെ കറങ്ങുന്ന അത്തപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനും ഞങ്ങൾ അവിടെ കയറി. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.